Hello guys, welcome back. Abhishek ആണ്. So guys, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പൾസർ 220ൽ നമ്മൾ ടെയിൽ ടൈഡ് സെറ്റ് ചെയ്യാനായിട്ട് പോകാനായിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്കറിയാം നമ്മൾ 220 നമ്മൾ ഓൾമോസ്റ്റ് പവറാക്കി വരെയാണ്. സോ ഇന്ന് നമ്മുടെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പൾസറിൽ ടെയിൽ ടൈഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ടുവരുന്നവർക്കറിയാം കേട്ടോ നമ്മൾ ചെയ്യുന്ന ഓരോ മോഡിഫിക്കേഷൻസും. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോ നമ്മുടെ ക്വിക്ക് ത്രോയിൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതേ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മളെ വണ്ടി ബാക്കിൽ ഇതാ പവറാക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും ക്വിക്ക് ത്രോയിൽ സെറ്റ് ചെയ്യണം. ഞാൻ അപ്പോഴേ പറഞ്ഞോട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യത്തുള്ളൂ എന്ന്. സോ ഞാൻ ഇതിൽ ഏറ്റവും കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ കേട്ടോ. അതായത് സിമ്പിൾ പണിയാണ് കേട്ടോ. നമ്മൾ മറ്റേ എക്സ് മോഡൽ ടൈൽ ചെയ്യിക്കാൻ സെറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. സോ ഗൈസ് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്താണ് ബെല്ലൈക്കൺ നിലവിലേക്ക് എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലോട്ടോ ജസ്റ്റ് ഒന്ന് കയറി പവറാക്കുക. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പണി ചെയ്യാനായിട്ട് നമ്മളെ വണ്ടി നമ്മളെ റീകോളിൽ കൊണ്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ ബാക്കിലത്തെ ഒരു പോർഷൻ, ഇപ്പോഴത്തെ ഒരു പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ആ ടെയിൽ ടൈഡിൽ ഈ ഒരു പോർഷൻ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ആ ഒരു രീതിക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ടെയിൽ ടൈഡിൽ നമ്മൾ ഈ ഒരു പോർഷൻ വെച്ച് സെറ്റ് ചെയ്യും കേട്ടോ. ഈ ഒരു ടെയിൽ പീസ് എന്നൊക്കെ വെച്ചാൽ പുതിയ പീസാണ്. അപ്പം ഈ ഒരു പീസ് വാങ്ങണ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടിട്ടില്ല. ഇത് ജസ്റ്റ് നമ്മൾ കമ്പനിയിൽ നോക്കണം. 1600 സംതിങ് ആയിട്ടുണ്ട് ഈ ഒരു പീസിന്. നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇതൊരു ഓടി വന്നപ്പോഴത്തേക്ക് ഫുള്ള് ചെളിയടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ടെയിൽ ടൈഡ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ മൊത്തം കട്ട് ചെയ്തിട്ട് ആ ഒരു ടെയിൽ ടൈഡിൽ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യണമാണ് കേട്ടോ. സോ ഇത് കട്ട് ചെയ്യണമൊക്കെ നമ്മൾ കട്ടറിട്ടാണ് സെറ്റ് ചെയ്യണം. നമ്മൾ ആക്ച്വലായിട്ട് അറുത്ത് വിടാം, പക്ഷേ അത് ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ ഒരു പാടുണ്ട്. ഇതൊക്കെ നമ്മൾ അറുത്ത് വിട്ട് ശ്രമിച്ചതാണ്. അപ്പം ഫുള്ള് നമ്മൾ കട്ടറിട്ട് സെറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ വീഡിയോ ചെയ്യണം കേട്ടോ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഗൈസ് ഇതാണ് നമ്മൾ എടുത്തുള്ള ടെയിൽ ടൈഡ് കേട്ടോ. എക്സിൻ്റെ ടെയിൽ ടൈഡാണ്, അതായത് എക്സ് മോഡലുള്ള ടെയിൽ ടൈഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. ഭയങ്കര ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ചിലപ്പോൾ മുഡ് ഗാർഡ് എടുത്ത് വയ്ക്കും, അങ്ങനത്തെ പണികളൊക്കെ ചെയ്യും കേട്ടോ. അതാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യണം. പിന്നെ ബാക്കി സെറ്റ് ചെയ്യാനാണെങ്കിൽ കുറേ വെൽഡിങ് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം ഇത് വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. സോ നമ്മൾ വർക്കിലോട്ട് പോകാം. ഇവിടെ നമ്മൾ ക്ലാമ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാമ്പ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ചെയ്ത് നോക്കി ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗ്രൈൻഡ് ചെയ്ത പോർഷനൊക്കെ ഉണ്ട്, അത്യാവശ്യം നീറ്റ് ആയിട്ടുണ്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെവൽ ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ടയറിൻ്റെ അളവിൽ നോക്കി ലെവൽ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഇത് വയ്ക്കാം. ഇതാണ് നമ്മളെടുത്തുള്ള ഇൻഡിക്കേറ്റർ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് എടുത്തുള്ള ഇൻഡിക്കേറ്റർ, കുഞ്ഞ് ഇൻഡിക്കേറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ടെയിൽ ടൈഡിൽ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. കുറച്ച് ടാസ്ക്കുള്ള പണിയാണ്, പക്ഷേ ചെയ്യാനായിട്ട് വൈബ് ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മളങ്ങനെ ഗ്രൈൻഡിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ടൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ. നമ്മൾ നമ്പർ പ്ലേറ്റ് വയ്ക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഇതാണ് ഇൻഡിക്കേറ്റർ, ചെറിയ ഇൻഡിക്കേറ്റർ. അതൊക്കെ നമ്മളെ പഴയ വീഡിയോ നോക്കിയവർക്കറിയാം. ഇതാണ് നമ്മുടെ അടുത്തുള്ള ഇൻഡിക്കേറ്റർ കേട്ടോ. അപ്പോൾ വണ്ടിയിൽ എന്തായാലും സെറ്റ് ചെയ്ത് തരുമ്പോൾ അത്യാവശ്യം നൈസ് ലുക്ക് തന്നെ വരും. വേറെ ഒന്നുമില്ല കേട്ടോ. ഇതെടുക്കുക, ഇവിടെ 2 ഹോളുണ്ട്, അത് ഗ്രൈൻഡ് ചെയ്യുക, ഈ ഹോളിൽ ഇൻഡിക്കേറ്റർ നിർത്തി ടൈറ്റ് ചെയ്യുക കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ നമ്പർ പ്ലേറ്റ് വയ്ക്കുക, നമ്പർ പ്ലേറ്റിൻ്റെ തുമ്പ് ഇവിടെ ചെറിയൊരു ദൂരം അത് കട്ട് ചെയ്താൽ അത്രേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത വർക്കിലോട്ട് പോകാം. ഗൈസ് നമ്മളെ വണ്ടിയുടെ ടെയിൽ ടൈഡിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെയിൽ ടൈഡ് നല്ല പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ടെയിൽ ടൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് കറക്റ്റ് ഇതിൽ പൊസിഷനിൽ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഈ ഒരു ഇവിടുത്തെ ബോൾട്ട് ഉണ്ടോ, ഇത് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ബോൾട്ടാണ് കേട്ടോ. ഈ ഒരു ബോൾട്ടിൽ ഇൻഡിക്കേറ്റർ വെച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ലോക്കൽ ടെയിൽ ടൈഡാണ്, എക്സ് ടെയിൽ ടൈഡ് ബഡ്ജറ്റ് സീരീസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ വർക്കാണ് കേട്ടോ ഈ ഒരു വർക്ക്. അപ്പോൾ ഈ വീഡിയോ വലിയ ഡയറക്ഷനൊന്നുമില്ല, കാരണം നമ്മളെ ഗോപ്രോ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഗോപ്രോയുടെ മൈക്ക് അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആയ കാര്യം. സോ അതുകൊണ്ടാണ് നമ്മളെ വീഡിയോയ്ക്ക് ഇപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഇല്ലാത്തത്. സോ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് കേട്ടോ. അതിൽ നമ്മൾ പിന്നെ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇൻഡിക്കേറ്റർ കേട്ടോ. നൈറ്റ് മാത്രമേ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി കിട്ടൂ. പിന്നെ ഇതിൽ നമ്മൾ വേറൊരു വർക്ക് ചെയ്യും കേട്ടോ. അതായത് നമ്പർ പ്ലേറ്റ് ഇളക്കി കുറച്ചുകൂടെ താഴോട്ട് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യും. എങ്കിൽ മാത്രമേ കുറച്ചുകൂടെ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ വ്യൂ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. സോ ഗൈസ് ഇതാണ് നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ വർക്ക്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും നമ്മുടെ ചുറ്റും ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് പവർ ആകട്ടെ. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.